കുറിഞ്ഞാലിയോട് നവസംസ്കാര പരിഷത്ത് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ MN സ്മാരക പുരസ്കാര ജേതാവ് മനയത്ത് ചന്ദ്രന് ആദരവ് നൽകി. പരിപാടി അഡ്വക്കേറ്റ് ഐ മൂസ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. കുറിഞ്ഞാലിയോട് നവസംസ്കാര പരിഷത്ത് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ MN സ്മാരക പുരസ്കാര ജേതാവ് മനയത്ത് ചന്ദ്രന് ആദരവ് നൽകി. ഗ്രന്ഥാലയത്തിന്റെ ഇന്നത്തെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിക്കുകയും കഴിഞ്ഞ 3 പതിറ്റാണ്ടുകാലമായി ഗ്രന്ഥാലയത്തിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചു വരുന്ന അദ്ദേഹം നിലവിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. ഏറാമല സഹകരണ ബാങ്കിന്റെ 4 പതിറ്റാണ്ടിലധികമായി പ്രസിഡന്റായി തുടരുന്ന അദ്ദേഹം സംസ്ഥാനത്തെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കായി ഏറാമല ബാങ്കിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഇന്നത്തെ ഗ്രന്ഥശാല നിയമം കൊണ്ടുവരുന്നതിലും സഹകരണ രംഗത്തുണ്ടായ മാറ്റങ്ങൾക്ക് പിന്നിലും മനയത്തിന്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ ബാങ്ക് പ്രസിഡന്റ്, കേരള ഗ്രന്ഥശാല സംഘം ഫുൾ ടൈം മെമ്പർ എന്നീ സ്ഥാനങ്ങളും മനയത്ത് ചന്ദ്രൻ അലങ്കരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ വെച്ച് നവസംസ്കാര ഗ്രന്ഥാലയത്തിന്റെ ആരംഭകാലം മുതൽ പ്രവർത്തിച്ചു വരുന്ന സാഹിത്യരംഗത്തെ തിളക്കമാർന്ന വ്യക്തിത്വത്തിനുടമയായ ഒട്ടേറെ ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ BK തിരുവോത്തിനെയും ഗ്രന്ഥാലയം ആദരിച്ചു. മുഖ്യ സഹകാരിയായ അഡ്വക്കേറ്റ് ഐ മൂസ ആദരവ് പരിപാടി ഉദ്ഘാടനവും പുരസ്കാരവും നൽകി. ഞാനും മനയത്തുമായി ഏറ്റവും അടുക്കുന്നത് ആത്മബന്ധം. ഞാൻ അദ്ദേഹത്തെ മടപ്പള്ളി കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം വിദ്യാർത്ഥി ജനതാദളിന്റെ സംസ്ഥാന നേതാവായി പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ മടപ്പള്ളി കോളേജിൽ പ്രവർത്തിക്കുക ASU പ്രവർത്തകനായി. അപ്പൊ അദ്ദേഹം അവിടെ വരും. ASU പ്രവർത്തകനായ എന്നെ സംബന്ധിച്ചിടത്തോളം മനയത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഞാൻ പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ അവിടെ ചിലപ്പോൾ മണിക്കൂറുകളോളം ഇരുന്നിട്ടുണ്ട്. മനയത്തിന്റെ വളരെ എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ടുള്ള പ്രസംഗം, ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇരുന്നത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലൂടെ കടന്നു വരിക. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അദ്ദേഹവുമായി ആത്മബന്ധം ഏറ്റവും അടുത്തത് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി അദ്ദേഹം ഇരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റായി ഇരുന്ന കാലഘട്ടം നിങ്ങൾക്കറിയാമോ എന്നറിയില്ല. ആ കാലഘട്ടമാണ് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയാൻ ഞങ്ങൾക്ക് എന്നും സാധിക്കും എന്നുള്ള കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം വളർച്ചയുടെ പുതിയ പുതിയ പടവുകൾ താണ്ടി ആ ബാങ്ക് അതിവേഗം മുന്നോട്ട് പോയി. ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകൾ നൽകുന്ന മുഴുവൻ സേവനങ്ങളും ആ ബാങ്ക് നൽകുന്ന തരത്തിലേക്ക് ആ ബാങ്ക് വളർന്ന് പന്തലിച്ചു. ആ ബാങ്ക് ലാഭകരമായി പ്രവർത്തിക്കുന്ന ചുറ്റുപാടിലേക്ക് ആ ബാങ്ക് വളർന്നു. ആ ബാങ്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തിന്റെ പ്രവർത്തനമാണ്, അദ്ദേഹത്തിന്റെ വികസനത്തോടുള്ള കാഴ്ചപ്പാടാണ്, അദ്ദേഹത്തിന്റെ അക്ഷീണമുള്ള പ്രവർത്തനമാണ് എന്ന് പറയാൻ എനിക്ക് കഴിയും. ഗ്രന്ഥാലയം വൈസ് പ്രസിഡന്റ് ചന്ദ്രങ്കിയിൽ രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ സോമൻ മുദ്വണ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് K ബാലൻ, സെക്രട്ടറി ജനാർദ്ദനൻ മാസ്റ്റർ, PACS സെക്രട്ടറി V ദിനേശൻ, PACS പ്രസിഡന്റ് KK കൃഷ്ണൻ, വടകര ബ്ലോക്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് K ശശികുമാർ, കുരിക്കിലാട് രാം മനോഹർ ലോഹ്യ ഗ്രന്ഥാലയം പ്രസിഡന്റ് ശ്രീജേഷ് നാഗപ്പള്ളി എന്നിവർ ആശംസകൾ അറിയിച്ചു. വിവിധ മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരവും ചടങ്ങിൽ വെച്ച് നൽകി. ഗ്രന്ഥാലയം സെക്രട്ടറി MP അശോകൻ സ്വാഗതവും എക്സിക്യൂട്ടീവ് മെമ്പർ PTK സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. ചിലത് മനോഹരമായ ഫെയറി ടെയിൽ പോലെ, മറ്റു ചിലത് കവിത പോലെ ഹൃദയം. ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, സങ്കല്പങ്ങളെ, പ്രതീക്ഷകളെ, നിലപാടുകളെ
അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.